ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നെട്ടയിൽ പോയി ഫുഡ് കഴിച്ച വീഡിയോയും പിന്നെ കുറച്ച് വൺ ഡേ ട്രിപ്പ് പോലെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മളിത് ഈ ഒരു അക്ഷയപാത്രം എന്നുള്ള ഹോട്ടലിലാണ് പോയ വഴിയിലുള്ള ചിറ്റാറ് ഡാമും ഡാമിൻ്റെ സൈഡ് വ്യൂസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ചെന്നു. ഉച്ച സമയമാകുമ്പോൾ നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഫുഡ് ഇങ്ങനെ ഒരു ഇലയൊന്നല്ല പേപ്പറിലാണ് തരുന്നത്. അപ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കറികൾ, തൊടുകറികളും തീയൽ, അങ്ങനെയൊക്കെ ഒരുപാട്. ഫിഷിൻ്റെ ഐറ്റമാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്നത്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയാണ് ചോറിനോട് കൊണ്ടുവന്നത്. ഫിഷ് കറി ഇല്ല കേട്ടോ, ചിക്കൻ കറിയാണ്. ഫിഷ് കറി വേണമെങ്കിൽ നമ്മൾ തലക്കറി അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. അപ്പോൾ ഇത് ചിക്കൻ നാടൻ കോഴിക്കറിയാണെന്ന് തോന്നുന്നു, നാടൻ കോഴിക്കറിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് കറികളൊക്കെ തന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളായിട്ട് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. തൊടുകറികൾ മാത്രമാണ്, അതായത് സാമ്പാർ, പരിപ്പ് അങ്ങനെയൊന്നും കിട്ടിയില്ല. അതിനുശേഷം ഫിഷ് ഫ്രൈ കൊണ്ടുവന്ന് തിലോപ്പി എന്നൊക്കെ പറയുന്ന മീനില്ല, അത് തന്നെയാണ്. വലിയ സൈസ് മീനായിരുന്നു, അതും ആവോലിയൊക്കെയാണ് കൊണ്ടുവന്നത്. അത് രണ്ടായിരുന്നു അന്നത്തെ ഫിഷ് ഫ്രൈ. ബാക്കിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അറിയില്ലായിരുന്നു ഈ ഊണ് മേടിക്കുമ്പോൾ തന്നെ ഫിഷ് ഫ്രൈ അതിൻ്റെ കൂടെ ഉണ്ട്. അന്നുണ്ടായിരുന്നത് കട്ട്ലയായിരുന്നേ, വലിയ പീസാണ് കേട്ടോ കട്ട്ലയുടെയൊക്കെ. അത് മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് ഫിഷ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫിഷ് മേടിച്ച് ട്രൈ ചെയ്യാം. ഈ എക്സ്ട്രാ കൊണ്ടുവരുന്ന ഫിഷാണ് കേട്ടോ നമുക്ക് ഓരോ ഊണിൻ്റെ കൂടെയും ഓരോ വലിയ പീസുണ്ട്. പിന്നെ ഫുഡൊക്കെ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ നേരെ പോയത് മാർത്താണ്ഡത്ത് പത്മനാഭപുരം പാലസ് കാണാനാണ് കേട്ടോ. നമ്മൾ പാലസ് ക്ലോസിങ് ടൈം ആവാറായപ്പോഴാണ് കേട്ടോ എത്തിയത്. അപ്പോൾ നമ്മൾ ഒരു നൊങ്കൊക്കെ കഴിച്ചിട്ട് അകത്ത് കയറി പാലസൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ അവിടുത്തെ മ്യൂസിയവും ഒക്കെ ഒന്ന് കണ്ടു കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് ഒരു 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അത്രയുള്ളൂ. ബൈ.